പ്രൈവറ്റ് ഫാമിലി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആയിരുന്നു അല്ലേ? വാട്ട് ഈസ് മീൻ ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗിന്റെ സിംപ്ലി വെരിഫിക്കേഷൻ ആണ്. ഇങ്ങനെ ബുക്സും വെച്ച് അക്കൗണ്ട്സ് ഓഫീസേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം കറക്റ്റ് ആണെന്ന് ഇതിൽ എറർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ റിസർച്ചിന്റെ നെറ്റ് റിസൾട്ട് എന്താണ്? നെറ്റ് റിസൾട്ട്, ഓഡിറ്റിംഗിന്റെ നെറ്റ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. എറേഴ്സ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ലൂർ ബ്രാൻഡ് ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട്? ഡെൻമാർക്കില്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അറിയോ? ഏഴെണ്ണമുണ്ട് പറയാ. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, economic partnership, participation, education, information, training, consent to community, operation among operatives, open and voluntary membership. ഏഴുമായല്ലേ? പിന്നെ കേന്ദ്രത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷാ. ശരി. The bill of exchange promissory note, the main difference. What's the main difference between promissory ആക്ടില് ഡ്രോയി ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രോയി, അതായത് നേച്ചർ എന്ന് പറയുന്നത് പൈസ കൊടുക്കാനുള്ള വ്യക്തിയായിരിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആരാണോ സാധനം ക്രെഡിറ്റിന് കൊടുക്കുന്നത് ആ വ്യക്തിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അവിടെ അക്സെപ്റ്റൻസ് ആണ്. bill of exchange is an unconditional undertaking. Undertaking is order. Promise. Order. And the promissory note is unconditional undertaking. Undertaking. That's the main difference. ഏത് സെക്ഷനിലാണ് പ്രോമിസറി നോട്ട് പറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സെക്ഷൻ 4 തന്നെ. എന്താ സെക്ഷൻ 22 ഓഫ് ദി RBI ആക്ട് എന്താണെന്ന് അറിയാം? യെസ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. കൺഫ്യൂഷൻ വേണ്ട. എന്താ നമ്മൾ ഈ എക്സസ് ടാക്സ് ഇപ്പോഴും നമ്മള് ട്രംപ് നമുക്ക് ഇന്ത്യക്ക് മേലൊരു അധിക നികുതി എല്ലാം ചുമത്തിയിട്ടുണ്ടല്ലോ, എന്താ അതിനെ പറ്റി അഭിപ്രായം? ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ ഇന്ത്യൻ ഇക്കോണമി? നമ്മുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റിന് അവര് അധികമായിട്ട് അവരുടെ രാജ്യത്ത് നികുതി കൂട്ടുമ്പോൾ തന്നെ പല വലിയ കമ്പനീസ് നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അമേരിക്കൻ ആയിട്ടുള്ള കമ്പനീസുകളും താല്പര്യപ്പെടില്ല, നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല. ഓക്കെ. പിന്നെ എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി അത് തന്നെ കാര്യമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഏത് രീതിയിൽ? ഇൻവെസ്റ്റ്മെന്റ് കുറയുക, കുറച്ചുകൂടി വലിയ How it will be affecting the export of the country? എക്സ്പോർട്ടിന് ദോഷകരമായ രീതിയിൽ തന്നെ ബാധിക്കാൻ സാധ്യത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു രാജ്യം കൂടാണ്. അതായത് അവരുടെ മീൻസ് ഞങ്ങളിപ്പോ മുമ്പേ 100 രൂപക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം അവര് 100 രൂപ 110 രൂപക്ക് അവരുടെ കറൻസിയിൽ അവിടെ നിൽക്കുന്നത്. നമ്മൾ ഇതേ സാധനം ഇവിടെ 100 രൂപക്ക് വിറ്റ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 50% ടാക്സ് അവർ എത്ര രൂപക്ക് വെക്കണം? 150 രൂപക്ക് വെക്കണം. അപ്പൊ എന്താണ് അവിടെ സെയിൽസ് പ്രൈസ് കൂടും. അപ്പൊ ഓട്ടോമാറ്റിക് ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഇമ്പോർട്ട് ഫ്രം അവർ കൺട്രി അല്ലേ? അപ്പൊ നമ്മുടെ എക്സ്പോർട്ട് കുറയോ കൂടുവോ? എക്സ്പോർട്ട് പറയും. That will adversely affect the export of balance of payment or balance of trade of the country. Balance of the trade and balance of payment അല്ലേ? ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്ക് ബാങ്കിൽ എത്ര പരമാവധി എത്ര കൊല്ലത്തേക്ക് തുടങ്ങും? മിനിമം? വെരി ഗുഡ്. ഓക്കെ മാഡം പ്ലീസ്. Difference between depreciation and fluctuation. Depreciation particular receiving the values ചോദ്യം മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു particular production Fluctuation. Accounting standard 3 കേട്ടിട്ടുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, നോക്കിയാൽ മതി. എറർ ഓഫ് കമ്മീഷൻ കേട്ടിട്ടുണ്ടോ? അക്കൗണ്ടിങ് എറേഴ്സ് പഠിച്ചപ്പോൾ എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? യഥാർത്ഥ ട്രാൻസാക്ഷൻ നടക്കുന്ന പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ വ്യത്യാസം, അതായത് നമ്മൾ യഥാർത്ഥ വ്യക്തിക്കായിരിക്കില്ല പോസ്റ്റ് ചെയ്യുന്നു. അതാണ് എറർ ഓഫ് കമ്മീഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ് ഉണ്ടല്ലോ, അതിലൊന്നാണ് എറർ ഓഫ് കമ്മീഷൻ. സോ ഈ എറർ ഓഫ് കമ്മീഷനിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയോ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും മതി. കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോണേ. ഓക്കെ, താങ്ക് യു.